മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ പ്രമുഖ മാധ്യമങ്ങള് നമ്മുടെ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നിട്ട് ഈ ഒരു സമയം വരെ ഒരക്ഷരം പോലും മിണ്ടാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അതങ്ങനെയാണല്ലോ, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും ഒരു വാർത്ത പറയണമെങ്കിൽ പരമാവധി അത് കാത്തിരുന്ന് അത് വേറെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയായാൽ മാത്രമേ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ അതിനെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടു എന്നുള്ളതും മറ്റൊരു വലിയ യാഥാർത്ഥ്യമാണ്. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷൻ BJP പിടിച്ച സമയത്ത്, ഭാരതീയ ജനതാ പാർട്ടി തലസ്ഥാന നഗരിയിൽ അധികാരത്തിലെത്തിയ സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തിയിട്ട് ചരിത്ര പ്രാധാന്യത്തോട് കൂടിയിട്ടുള്ള ഒരു പ്രസംഗം നടത്തിയിരുന്നു. അന്ന് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്, ഗുജറാത്തിലെ അഹമ്മദാബാദ് മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ് BJP തുടക്കം കുറിച്ചത്. അഹമ്മദാബാദ് മുനിസിപ്പാലിറ്റി വളരെ ഭംഗിയായിട്ട് വളരെ വലിയ വികസനങ്ങൾ BJP അവിടെ നടത്തി. അതിനുശേഷം ഞങ്ങൾ ഗുജറാത്ത് തന്നെ പിടിച്ചു. ആ ഗുജറാത്ത് മോഡൽ പറഞ്ഞാണ് പിന്നീട് രാജ്യത്ത് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തുന്നത്. അതേപോലെ തന്നെ കേരളത്തിന്റെ തലസ്ഥാന നഗരിയിലെ തിരുവനന്തപുരം കോർപ്പറേഷനാണ് BJP അധികാരത്തിലേക്ക് എത്തിയത്. തീർച്ചയായിട്ടും തിരുവനന്തപുരത്തെ ഈ ഒരു BJPയുടെ ഈ ഒരു വിജയം എന്ന് പറയുന്നത് വലിയ ചരിത്ര പ്രാധാന്യമുണ്ട്. ഇതൊരു തുടക്കമാണ്. കേരളത്തിലുടനീളം BJP പടർന്ന് പന്തലിക്കാനെന്ന് വ്യക്തമായിട്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തിരുവനന്തപുരത്ത് നിന്ന് പ്രസംഗിച്ചിരുന്നു. ഭാരതീയ ജനതാ പാർട്ടി ആ രീതിയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം മികവ് കാഴ്ചവെക്കുമെന്നും ജനങ്ങൾ അത് സ്വീകരിക്കുമെന്നും ആദ്യ റിസൾട്ട് തിരുവനന്തപുരത്ത് നിന്ന് ഉണ്ടാവുമെന്നുള്ളതിന്റെ ആ പറഞ്ഞതിന്റെ സുന്ദരമായ റിസൾട്ട് അല്ലേ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ 4 നിയമസഭാ മണ്ഡലമാണുള്ളത്. ഒരു മണ്ഡലത്തിന്റെ പകുതിയുമുണ്ട്. അതിൽ 2 നിയമസഭാ മണ്ഡലവും നിയമവും അതേപോലെ തന്നെ കയൽക്കൂട്ടവും BJP സുന്ദരമായിട്ട് വിജയിച്ചില്ലേ. ഇതിനെക്കുറിച്ച് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് ഇതുപോലൊരു പ്രസംഗം നടത്തിയിട്ട് അതിന്റെ റിസൾട്ട് തിരുവനന്തപുരത്ത് ഉണ്ടായിട്ട് 2 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP വിജയിച്ചിട്ട് നമ്മുടെ മാധ്യമങ്ങളൊന്നും ഇത് മിണ്ടുന്നില്ല. ഇത് മിണ്ടിയാൽ നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണവും നരേന്ദ്രമോദി കേരളത്തിൽ BJP അധികാരത്തിലേക്ക് എത്തുമെന്നൊക്കെ പറഞ്ഞത് യാഥാർത്ഥ്യമാവുമോ എന്ന് ജനങ്ങൾക്ക് വലിയ രീതിയിൽ ചിന്ത വരും. ആ ചിന്തയിലേക്ക് സാധാരണക്കാരെ എത്തിക്കാതിരിക്കാൻ പരമാവധി പ്രമുഖ മാധ്യമങ്ങൾ നമ്മുടെ തലസ്ഥാന നഗരിയിൽ നിന്ന് നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രിയെ വിളിച്ചു പറഞ്ഞതിനെ മറച്ചു പിടിക്കുക. എത്ര സുന്ദരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിട്ടുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളത്. തീർച്ചയായിട്ടും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് പറയുമ്പോ അതിനനുസരിച്ച് കോർപ്പറേഷന്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും അദ്ദേഹം തന്നെ നേരിട്ട് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം, ഈ തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷനിലെ BJPയുടെ എല്ലാ കൗൺസിലർമാരെയും തന്റെ വസതിയിലേക്ക് ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് അവിടുന്ന് അവരുമായിട്ട് സംവദിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ ഒരു പ്രധാനമന്ത്രി 140 കോടിയിലധികം ജനങ്ങളുള്ള ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി നരേന്ദ്രമോദി നമ്മുടെ തലസ്ഥാന നഗരിയിലെ സകല BJP കൗൺസിലർമാരെയും തന്റെ വസതിയിലേക്ക് വിളിച്ചിട്ട് അവിടെ നിന്നൊരു ചർച്ച നടത്തുമ്പോഴൊക്കെ കേരളത്തിൽ എന്തായിരുന്നു പ്രമുഖ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇവിടെയുള്ള LDF ഉൾപ്പെടെ ഇവിടെയുള്ള UDF ഉൾപ്പെടെ ചർച്ച ചെയ്തത്? ഡൽഹിയിലേക്ക് വണ്ടിയും കയറി പോവാ, ഡൽഹിയിലേക്ക് പോകുന്നത്, ഡൽഹിയിലേക്ക് കടന്നിട്ട് എന്താ എന്നൊക്കെയായിരുന്നു വലിയ ചർച്ചകള്, വലിയ ട്രോളുകള്. അവരൊക്കെ ഇപ്പോ എന്തു പറയുന്നു? ആ ഡൽഹി യാത്രയിൽ എന്തു സംഭവിച്ചോ? നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എന്ത് സംഭവിച്ചോ? BJP കൗൺസിലർമാർ ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടു. തിരുവനന്തപുരത്തെ മേയർ VV രാജേഷ് എടുത്തു പറയേണ്ടതാ. അധികാരത്തിൽ, അതായത് BJP തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരത്തിലെത്തിയത് മുതൽ താൻ ഉറങ്ങുന്ന സമയത്തിനപ്പുറം എല്ലാ സമയവും തിരുവനന്തപുരത്തെ ജനതയ്ക്ക് വേണ്ടി പണിയെടുത്തു. അവിടെയുള്ള BJP കൗൺസിലേഴ്സ് അദ്ദേഹത്തിനൊപ്പം തോളോട് തോള് ചേർന്ന് നിന്നു, പണിയെടുത്തു ജനങ്ങൾക്ക് വേണ്ടി. നിരന്തരം ഒരു ഭാഗത്ത് LDF, ഒരു ഭാഗത്ത് പ്രമുഖ മാധ്യമങ്ങൾ, ഒരു ഭാഗത്ത് UDF മേയറെ വേട്ടയാടിക്കൊണ്ടിരുന്നു. പരമാവധി തിരുവനന്തപുരം കോർപ്പറേഷൻ ചെയ്ത കാര്യങ്ങൾ ജനങ്ങൾ തൊട്ടറിഞ്ഞു. നമ്മളെ പോലെയുള്ള ഓൺലൈൻ മീഡിയാസ് കൃത്യമായിട്ട് പരമാവധി വാർത്ത ചെയ്തു.
നിരന്തരം ജനങ്ങൾ ഇത് തിരിച്ചറിഞ്ഞു. വലിയ രീതിയിൽ തിരുവനന്തപുരത്തെ ജനത, തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന BJPയുടെ ഗുണം കിട്ടി. ഇതൊക്കെ സുന്ദരമായിട്ട് ഈ പറയുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ കഴക്കൂട്ടത്തും അതേപോലെ തന്നെ നേമത്തൊക്കെ അതിന്റെ റിസൾട്ട് വന്നു. മേയർ അത് ചെയ്യുന്നില്ല, മേയർ വെള്ളം കൊടുക്കുന്നില്ല, മേയർ വേസ്റ്റ് ഇടുന്നു, അങ്ങനെ പച്ചക്കള്ളം നിരന്തരം പറഞ്ഞു. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു, എങ്ങനെ വികസനം വന്നു? അടിസ്ഥാന സൗകര്യമായിട്ടുള്ള പട്ടിശല്യത്തെ പോലും ഈ പറയുന്ന മേയർ BJP അധികാരത്തിലേക്ക്, ഇതൊക്കെ സാധാരണക്കാർ തിരിച്ചറിഞ്ഞു. അടിസ്ഥാന സൗകര്യം, വെള്ളമൊക്കെ കൃത്യമായിട്ട് പരമാവധി ഈ LDF ഭരിക്കുന്ന സമയത്ത് അവരുടേതായ രീതിയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ടും പരമാവധി ഈ മേയറെ കാണാൻ ആർക്ക് ഏത് സമയത്ത് പോയിക്കൂടെ? അങ്ങനെ സുന്ദരമായിട്ട് കോർപ്പറേഷൻ ഭരിച്ചതിന്റെ റിസൾട്ട് തിരുവനന്തപുരത്തെ ജനത കൊടുത്തു. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ആദ്യ മാർക്കിടൽ, അത് സുന്ദരമായ റിസൾട്ടിലേക്ക്, കേരളത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു മാർക്കിടലിലേക്ക് കോർപ്പറേഷൻ എത്തിയ മേയർക്കും കൂട്ടർക്കും കിട്ടിയിട്ടുള്ള ഒരു 1-ാം നമ്പർ സമ്മാനം തന്നെയാണ് ജനങ്ങൾ സമ്മാനിച്ച സമ്മാനം. ഇനിയും മേയർക്കും കൂട്ടർക്കും ഉത്തരവാദിത്തങ്ങൾ കൂടുകയാണ്. ജനങ്ങൾക്ക് വേണ്ടി കൂടുതൽ പണിയെടുക്കേണ്ടിയിരിക്കുന്നു. 2 MLA-മാർ വന്നിരിക്കുന്നു. BJP തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിൽ പണിയെടുക്കുന്നത് അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവർ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളൂ. മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടതാ, തിരുവനന്തപുരത്തെ എന്തോ മലമറിക്കാൻ BJPക്ക് ആവൂ എന്നൊക്കെയാണ് ഇപ്പൊ ആളുകൾ പറയുന്നത്. കുറച്ചു മുമ്പേ അത് മാത്രമേ വിളിച്ചു പറയുന്നുള്ളായിരുന്നുള്ളൂ. കൊല്ലം ജില്ലയിലും സീറ്റ് തുറന്നില്ലേ BB ഗോപകുമാർ. കേരളത്തിലുടനീളം ഇനി സീറ്റുകൾ, അക്കൗണ്ടുകൾ തുറക്കും. കേരളത്തിലുടനീളം താമര വിരിയും. ഇതൊക്കെ ഇത് ഒരു സ്ഥലത്ത് BJP വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് പരാജയപ്പെടുന്നില്ല എന്നൊക്കെ ഇവിടെയുള്ള ഈ എതിർ പാർട്ടിക്കാരൊക്കെ ഒന്ന് പഠിക്കണം. 3-ാം തവണയും അസമില് പുതുച്ചേരി NDA നിലനിർത്തുന്നു. ഇതൊക്കെ ഒരു പഠന വിഷയമാണ്. തിരുവനന്തപുരത്തേക്ക് അധികാരത്തിലേക്ക് എത്തി, അവിടെ കൃത്യമായിട്ട് നിയമവും കയക്കൂട്ടവും ജയിച്ചു കയറും, ഒരു അധികാരം കിട്ടി, അവിടെ 2 സീറ്റുകൾ ജയിച്ചു വരിക എന്നൊക്കെ പറയുന്നത് വലിയ സുന്ദരമായ റിസൾട്ടാണ് BJPയെ സംബന്ധിച്ച്. ഇതൊക്കെ വലിയ റിസൾട്ടാണ് എന്നും കേരളത്തിൽ ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം BJP ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നും അതേപോലെ തന്നെ കേരളത്തിൽ മമതയെ പോലെ ശക്തമായ ലീഡേഴ്സ് ഒന്നും ഇല്ല എന്നുള്ളതും കേരളത്തിൽ കൃത്യമായിട്ട് മറികടന്ന് ഈ പറയുന്ന ഇടതിനെയും വലതിനെയും മറികടന്ന് BJPക്ക് എത്താൻ സാധിക്കും എന്നുള്ളതൊക്കെ ഒരു വലിയ യാഥാർത്ഥ്യ. ജനങ്ങൾക്ക് വേണ്ടി BJP നിലകൊള്ളുന്നു എന്നുള്ളതൊക്കെ ഈ റിസൾട്ടിൽ ഏതൊരു മാധ്യമ പ്രവർത്തകരും, പ്രത്യേകിച്ച് ഒരു വശം പിടിച്ച് സംസാരിക്കാത്ത ഏതൊരു മാധ്യമ പ്രവർത്തകരും സുന്ദരമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കൂ. തിരുവനന്തപുരത്ത് സുന്ദരമായ റിസൾട്ടാണ്, കൊല്ലത്ത് സുന്ദരമായ റിസൾട്ടാണ്, നിരവധി മണ്ഡലങ്ങളിൽ സുന്ദരമായ റിസൾട്ട് BJP ഉണ്ടാക്കി എന്നുള്ളതും പ്രധാനമന്ത്രിയുടെ തിരുവനന്തപുരത്ത് എത്തിയതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനങ്ങൾ അതേപോലെ നടന്നു എന്നുള്ളതൊക്കെ നമ്മുടെ മാധ്യമങ്ങൾ പറയില്ല. മാധ്യമങ്ങളൊക്കെ തന്നെ മോദി വിരുദ്ധതയുമായിട്ട് മുന്നോട്ട്, ഇതൊക്കെ മറികടന്നിട്ടാണ് ഈ രാജ്യം നരേന്ദ്രമോദി ഭരിക്കുന്നത്. സകല മാധ്യമങ്ങളും, സകല പ്രമുഖ മാധ്യമങ്ങളും നരേന്ദ്രമോദിക്ക് എതിര് തന്നെയായിരുന്നു. അദ്ദേഹം ഇന്ന് രാജ്യം ഭരിക്കുന്നുണ്ട്. അധികം വൈകാതെ കേരളത്തിൽ ഏത് പ്രമുഖ മാധ്യമങ്ങൾ എത്ര കാലം ഈ എതിര് നിന്നാലും കേരളവും ഒരു സുന്ദരമായ കാലത്തേക്ക് എത്തും. അതുപോലെ ഇതൊക്കെ ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന യാഥാർത്ഥ്യങ്ങളാണ് എന്നുള്ളതുമാണ് വലിയ യാഥാർത്ഥ്യം.